കരങ്ങളടിച്ചു പാടാം. എന്റെ പ്രത്യാശ യേശുവിൽ മാത്രം, ഇല്ല പുകഴുവാൻ ലോക സമ്പാദ്യം. എന്റെ പ്രത്യാശ യേശുവിൽ മാത്രം, ഇല്ല പുകഴുവാൻ ലോക സമ്പാദ്യം. ഉണ്ടെനിക്ക് നല്ല സഖിയാ ആരോടൊക്കെ ചേർത്തിരുമേ. ഉണ്ടെനിക്ക് നല്ല സഖിയാ ആരോടൊക്കെ ചേർത്തിരുമേ. എന്നാശ യേശുവിനായതിനാൽ വെല്ലും. കർത്താവ് വരുവോളം പ്രവർത്തിപ്പീൻ എന്ന തീമാണ് ഈ വർഷത്തെ നമ്മുടെ കൺവെൻഷൻ്റെ തീം. നമ്മുടെ പ്രവർത്തനങ്ങളാൽ ദൈവത്തെ ബഹുമാനിക്കുക, ദൈവത്തെ മഹത്വപ്പെടുത്തുക എന്നുള്ളതാണ് എനിക്ക് ഇന്ന് തന്നിരിക്കുന്ന വിഷയം. അത്യുന്നതനായ ദൈവം ഭൂമിയിൽ സൃഷ്ടി നടത്തിയത് സകല സൃഷ്ടികളും ദൈവത്തെ സ്തുതിക്കാൻ വേണ്ടിയാണ്. വായിക്കൂ, യെശയ്യാവിന്റെ പ്രവചനം 43-ാമത്തെ അധ്യായം 7-ാമത്തെ വാക്യം വായിക്കാം. ദൂരത്തു നിന്ന് എന്റെ പുത്രന്മാരെയും ഭൂമിയുടെ അറ്റത്തു നിന്ന് എന്റെ പുത്രിമാരെയും എന്റെ നാമത്തിൽ വിളിച്ചും എന്റെ മഹത്വത്തിനായി സൃഷ്ടിച്ച് നിർമ്മിച്ച് ഉണ്ടാക്കിയും ഇരിക്കുന്ന ഏവരെയും കൊണ്ടുവരിക എന്ന് ഞാൻ കൽപ്പിക്കും. നിന്നെ സൃഷ്ടിച്ചത്, നിർമ്മിച്ചത്, ഉണ്ടാക്കിയത് അവന്റെ മഹത്വത്തിന് വേണ്ടിയാണ്. അവന് മഹത്വം കരയറ്റുമ്പോൾ അവന്റെ തേജസ് നിന്റെ മേൽ ഇറങ്ങും. എത്ര പേർക്ക് അത് വിശ്വാസമുണ്ട്? അത്യുന്നതനായ ദൈവം, യു ആർ ബോൺ ഇൻ ദ വേൾഡ് ടു പ്രൈസ് ഗോഡ് ആൻഡ് ഓണർ ഗോഡ്, ക്രിയേറ്റഡ്, ഫോംഡ് ആൻഡ് മെയ്ഡ്. എന്തുകൊണ്ട്? ബോഡി, സോൾ ആൻഡ് സ്പിരിറ്റ്. ശരീരവും പ്രാണനും ആത്മാവും മനുഷ്യ, നിന്നെ നിർമ്മിച്ചത് യഹോവയെ സ്തുതിക്കാൻ വേണ്ടിയാണ്, മഹത്വപ്പെടുത്തുവാൻ. ഒന്നുകൂടെ, റെവലേഷൻ ചാപ്റ്റർ 4:11, പ്രകാശിത വാക്യ ചാർക്ക 11. ഹിന്ദി ഇംഗ്ലീഷും കൊണ്ടൊന്ന് ഉപയോഗിക്കണമെന്ന് ബഹുമാനപ്പെട്ട ജനറൽ സെക്രട്ടറി പറഞ്ഞുകൊണ്ട് ചിലതുകൂടെ പറഞ്ഞു പോവുകയാണ്. നിങ്ങൾ ക്ഷമിക്കണം. അതുകൊണ്ട് ചിലപ്പോൾ 5 മിനിറ്റോടെ മുന്നോട്ട് പോകും. ഓക്കെ. കർത്താവേ, നീ സർവവും സൃഷ്ടിച്ചവനും എല്ലാം നിന്റെ ഇഷ്ടം ഹേതുവാൽ ഉണ്ടായതും സൃഷ്ടിക്കപ്പെട്ടതുമാകയാൽ മഹത്വവും
ബഹുമാനവും ശക്തിയും കൈക്കൊള്ളുവാൻ യോഗ്യനെന്നും പറഞ്ഞുകൊണ്ട് തങ്ങളുടെ കിരീടങ്ങളെ സിംഹാസനത്തിന് മുമ്പിലിടും. പ്രൈസ് ദി ലോർഡ്. സകലവും അവൻ സൃഷ്ടിച്ചു തന്റെ ഇഷ്ടഹേതുവാൽ ഉണ്ടായതാൽ മഹത്വവും ബഹുമാനവും തേജസ്സിന് യോഗ്യൻ നമ്മുടെ ദൈവമായ യഹോവ മാത്രമാണ്. നാം സേവിക്കുന്ന നമ്മുടെ ദൈവം ആരാധന കൊതിയനല്ല, ആരാധനയ്ക്ക് യോഗ്യനാണെന്ന് എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? അവർ ലോർഡ് ഈസ് നോട്ട് ഗ്രീഡി ഫോർ വർഷിപ്പ്, ഹി ഈസ് വർത്തി ഫോർ വർഷിപ്പ്. हमारा परमेश्वर पिता आराधना के लिए लालची नहीं है भाई, आराधना के लिए योग्य है. विश्वास करते हो धन्यवाद करें. ആരാധന കൊതിയനല്ല, ആരാധനയ്ക്ക് യോഗ്യനാണ്. സൃഷ്ടിയുടെ ഉദ്ദേശം സൃഷ്ടാവിനെ മഹത്വപ്പെടുത്തുക. ലോകത്തിൽ ദൈവം തന്റെ മഹത്വം മറ്റാർക്കും കൊടുക്കുകയില്ല. മൃത്യുപൂജ, സൃഷ്ടിപൂജ, വ്യക്തിപൂജ, ദൂതപൂജ, കാക്കപൂജ, മറിയപൂജ അംഗീകരിക്കപ്പെടുകയില്ല. ഏക വ്യക്തിക്ക് ആരാധന കൊടുക്കാവൂ. ഏലിയാവിന്റെ കാക്ക എന്നേ ചത്തു, ഏലിയാവിന്റെ ദൈവം എന്നേക്കും ജീവിക്കുന്നു. ആകയാ കാക്കകളെ വാഴ്ത്തരുത്. എൻ മനമേ കാക്കയെ വാഴ്ത്തുക, എന്റെ സർവാന്തരംഗമേ അതിന്റെ വിശുദ്ധ ചുണ്ടുകളെ വാഴ്ത്തുക. ഇല്ല മക്കളെ, കാക്കകൾ വരും, കാക്കകൾ പോകും, കാക്കകൾ ചാകും. കാക്കയല്ല അയച്ച ദൈവത്തിന് ഇന്ന് രാത്രി സ്തോത്രം ചെയ്യ്. ദൈവമഹത്വത്തിനായി ഇതിനെ ഉണ്ടാക്കിയിരിക്കുന്നു. ശിശുവിനെ അമ്മയായ മറിയോടുകൂടെ കണ്ടു. പൊന്നുമൂര് കുന്തിരുക്കം അവൾക്കല്ല, അവർക്കല്ല, അവനാണ് കാഴ്ചവെക്കേണ്ടത്. വീണ് അവളെ അല്ല, അവരെ അല്ല, അവനെയാണ് നമസ്കരിക്കേണ്ടത്. മറിയാതി മറിയത്തിനല്ല, ദൈവാദി ദൈവത്തിൽ സ്തോത്രം ചെയ്യുവാൻ എത്ര തയ്യാറാകും? അന്ധകാര പടുകുഴിയിൽ നിന്ന് വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ ആരാധനാ കേലിയ യോഗ്യ യേശു മാത്രമേ ഉള്ളൂ. സൃഷ്ടിയുടെ സങ്കീർത്തനങ്ങളുടെ മണിമകുടമായ 103 സങ്കീർത്തനം, എൻ മനമേ യഹോവയെ വാഴ്ത്തുക എന്ന് തുടങ്ങിയിട്ട് 103 സങ്കീർത്തനത്തിന്റെ 22 വാക്യത്തിൽ വരുമ്പോൾ അവന്റെ ആധിപത്യത്തിലെ സകല സ്ഥലങ്ങളിലുമുള്ള സകല പ്രവൃത്തികളുമേ യഹോവയെ വാഴ്ത്തുവീ. സകല പ്രവൃത്തികളും ദൈവത്തെ വാഴ്ത്ത. ഈ കാര്യം 145 സങ്കീർത്തനം 10 വാക്യം 145 भजन संख्या 145 का 10 पढ़ो. सारे सृष्टि यहोवा के स्तुति करे. യഹോവേ നിന്റെ സകല പ്രവൃത്തികളും നിനക്ക് സ്തോത്രം ചെയ്യും. സകല ക്രിയകളും ദൈവ സൃഷ്ടിച്ച സൃഷ്ടി മുഴുവനും ദൈവത്തെ സ്തുതിക്കണം. പ്രൈസ് ദി ലോർഡ്. പ്രായപരിധി എന്നീ പദവി പരിധി എന്നീ നമ്മുടെ ദൈവത്തെ മഹത്വപ്പെടുത്താൻ ആഹ്വാനം ചെയ്ത 148 സങ്കീർത്തനം. അതിൽ സൂര്യനന്മാരെ അവനെ സ്തുതിപ്പീൻ, പ്രകാശമുള്ള നക്ഷത്രങ്ങളെ അവനെ സ്തുതിപ്പീൻ, സകല ജീവജാലങ്ങൾ, വന്യമൃഗങ്ങൾ, കാട്ടുമൃഗങ്ങൾ, നാട്ടുമൃഗങ്ങൾ, വൃക്ഷ സസ്യലതാദികൾ. ഇതൊക്കെ എങ്ങനെയല്ലേ പറയുന്നത്? ഇവർ കൈയടിച്ച് പാടുവാണോ? അല്ല. സ്തുതിക്കുകയാണോ? അല്ല. 2 തരത്തിലാണ് ദൈവത്തിന്റെ ക്രിയകൾ ദൈവത്തെ ബഹുമാനിക്കുന്നത്. നമ്പർ 1, ദൈവം ഏത് കാര്യത്തിന് വേണ്ടി അവയെ സൃഷ്ടിച്ചാക്കിയോ ആ കൃത്യനിഷ്ഠതയോടെ നിവർത്തിക്കുമ്പോൾ അവരാ ദൈവം മഹത്വപ്പെടും. ഓർമ്മയുണ്ടോ? 19 സങ്കീർത്തനം ഒന്ന് ചേർന്ന് പറയാമോ? ആകാശം ദൈവത്തിന്റെ, ആകാശവിധാനം അവന്റെ. അപ്പോൾ സകല ജീവജാലങ്ങളും അവരുടെ ഉദ്ദേശം നിവർത്തിക്കുമ്പോൾ ഗോഡ് ഈസ് ഓൺ. ദൈവത്തിന് സ്തോത്രം. 2, സൃഷ്ടിയുടെ മണിമകുടമായ മനുഷ്യൻ അനുസരണക്കേട് കാണിക്കുമ്പോൾ മര്യാദ പഠിപ്പിക്കുവാൻ ജീവികളെ ഉപയോഗിക്കും. കുരുത്തക്കേട് കാണിക്കുമ്പോൾ സിംഹത്തെ കൊണ്ട് കൊന്നിട്ടുണ്ട്, സിംഹം കൊന്നിട്ടുണ്ട്, കടന്തലുകൾ കുത്തിയിട്ടുണ്ട്, കരടികൾ കീറിയിട്ടുണ്ട്, മത്സ്യം വിഴുങ്ങിയിട്ടുണ്ട്, സമുദ്രം മുക്കിയിട്ടുണ്ട്, തീകൾ ദഹിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ദൈവം മഹത്വപ്പെട്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. ഇങ്ങനെ സൃഷ്ടിലോകത്തിൽ സകല ജീവജാലങ്ങളും ദൈവത്തെ സ്തുതിക്കാൻ ആഹ്വാനം ചെയ്ത ശേഷം 148 സങ്കീർത്തനം 11 മുതൽ 13 വരെ വായിച്ചേ. ഭൂമിയിലെ രാജാക്കന്മാരും അവിടെ നരവംശത്തിലേക്ക് ഇറങ്ങി ജീവജാലങ്ങൾ ദൈവത്തെ ഹോണർ ചെയ്തു. ഓൾ ദ ക്രിയേഷൻസ് സാരേ സൃഷ്ടി യഹോവ के आदर करते हैं. ഭൂമിയിലെ രാജാക്കന്മാർ 2, സകല വംശങ്ങളും 3, ഭൂമിയിലെ പ്രഭുക്കന്മാരും സകല ന്യായാധിപന്മാരും യുവാക്കൾ യുവതികളും വൃദ്ധന്മാരും ബാലന്മാരും ഇവരൊക്കെയും യഹോവയുടെ നാമത്തെ സ്തുതിക്കട്ടെ. പദവി പരിധി എന്നീ ദൈവത്തിന് സ്തോത്രം ചെയ്യണം. ഏറ്റവും ഉച്ച ശ്രേണിയിൽ ഉന്നത സിംഹാസനത്തിൽ നിൽക്കുന്ന രാജാക്കന്മാരെ നിങ്ങൾ അവനെ ബഹുമാനിക്കണം. ഞാൻ രാജാവല്ലേ, പ്രജകളെ കൊണ്ട് സ്തുതിപ്പിക്കാം, നിങ്ങൾ സ്തുതിച്ചോട്ടെ, ഞാൻ സ്തുതി കേട്ടോണ്ടിരിക്കാം. അല്ല മക്കളെ, രാജാവായാലും ഓർക്കണം സ്വർഗത്തിലൊരു രാജാവുണ്ട്.
രാജാക്കന്മാരുടെ കസേരകൾ ഇളക്കുന്നവൻ, മന്ത്രി കസേരകൾ അവന്റെ കരങ്ങളിലാണ്. കിരീടം മാറ്റി, മകുടം മാറ്റി, അതേ അവയെ തൂക്കുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ടെങ്കിൽ പ്രമോഷൻ കിട്ടിയാൽ സൂപ്പർവിഷൻ ചെയ്താൽ പോരാ. ഇന്ത്യൻ മൈൻഡിലുണ്ട് നമുക്ക് ഉന്നതമായ ഒരു പ്രമോഷൻ കിട്ടിയാൽ പിന്നെ മേൽനോട്ടം മതിയും. ആമേൻ. ഒരു നേഴ്സ് സൂചി വെച്ച് ഹെഡ് നേഴ്സ്, വാർഡ് സിസ്റ്റർ, മേട്ടനായാൽ പിന്നെ അവിടെ സൂചി വെക്കത്തില്ല. സൂചി വെക്കുന്ന ഒത്തൊന്ന് നോക്കി നടക്കും. സാറ് പഠിപ്പിച്ച് ഹെഡ് മാസ്റ്ററായി, അതേ പ്രിൻസിപ്പാളായ പിന്നെ ക്ലാസ് എടുക്കണ്ട. അദ്ദേഹം ക്ലാസ് എടുക്കുന്ന നോക്കുന്നുണ്ടോ നോക്കും. ശരീരം ഉപദ്രവം ചെയ്യുന്ന പോലീസ് പോലും ഇടിച്ചിടിച്ച് അവൻ കോൺസ്റ്റബിൾ വലിയ ഓഫീസറായാൽ ഇടി ഒത്തോ നോക്കിയാൽ മതി, ഉപദ്രവം ഒത്തോ നോക്കിയാൽ മതി. ഈ ചിന്ത ആരാധകന്മാർ അനുകരിക്കരുത്. രക്ഷിക്കപ്പെടുന്ന കാലത്ത്, സ്നാനപ്പെടുന്ന കാലത്ത് അല്ലേലിയ പറയും, മൂപ്പനായി, മൂപ്പത്തിയായി, ബോർഡിലായി, കമ്മിറ്റിയിലായി അല്ലേലിയ ഒത്തോന്ന് നോക്കരുത്. നീ രാജാവായാലോ നീ രാജാവായാലും, ഈവൻ ദോ യു ആർ എ കിങ്, ഹല്ലേലൂയ, മഹാരാജാക്കന്മാരെ നിഗ്രഹിച്ചവനാണ് എന്റെ ദൈവം. യഹോവ ആരെന്ന് ചോദിച്ച ഫറവോനെ ഉപ്പുവെള്ളം കുടിപ്പിച്ച് കൊന്നവനാണ് എന്റെ ദൈവം. ദൈവത്തെ ആദരിക്കാത്ത രാജാവിനെ അടിച്ച് താഴയിട്ട് 7 കൊല്ലം പുല്ല് തീറ്റിയ ദൈവമാണ് എന്റെ ദൈവം. ആരാധിക്കാമോ നിനക്ക്? യഹോവയ്ക്ക് മഹത്വം കൊടുക്കാത്ത ഹേരോദാവിനെ അടിച്ച് താഴയിട്ട് കൃമിക്കിരയാക്കി കൊന്നവനാ ദൈവം. ആരാധനയ്ക്ക് മേൽനോട്ടം വഹിക്കാൻ ആരും വരരുതേ. രാജാവും പ്രഭുവും ദൈവത്തിന് സ്തോത്രം ചെയ്യണം. സീനിയർ മോസ്റ്റ് മെമ്പറും അല്ലല്ലോ പറ. പിന്നെ പ്രായപരിധിയിൽ ഇറങ്ങി യുവാവ്, യുവതി, വൃദ്ധൻ, ബാലൻ ഇവരെല്ലാവരും അല്ലേലിയ പറയണം. സീനിയോറിറ്റി അനുസരിച്ചാണെങ്കിൽ വൃദ്ധന്മാർ, യുവാക്കൾ, യുവതികൾ. താഴെ മേലോട്ടാണെങ്കിൽ ബാലികാബാലന്മാർ, യൗവനക്കാർ, വൃദ്ധന്മാർ. ഇങ്ങനല്ല. ഏറ്റവും നല്ല പ്രായമാണ് ആദ്യം വിളിച്ചത് യുവാക്കളും യുവതികളും. യുവാക്കളെ, യുവതികളെ, ഓജസ്സും തേജസ്സും പ്രസരിപ്പും പ്രഭാവവും കഴിവും ഓർമ്മയും നിനക്ക് ക്ലൈമാക്സ് നിൽക്കുമ്പോൾ ഇളകാത്ത പല്ലും ഇടരാത്ത തൊണ്ടയും പതറാത്ത സ്വരവും കുഴയാത്ത നാവ് ഉപയോഗിച്ച് സിനിമയ്ക്ക് പാടല്ലേ മക്കളെ, ഡ്രാമയ്ക്ക് പാടല്ലേ മക്കളെ. യൗവനത്തിലെ ചുടുചോര ഊറ്റ ഒരുവനുണ്ട്, അവനെ സ്തുതിക്കാൻ നീ തയ്യാറാകുമോ? നിന്റെ യൗവന ശക്തി അന്യർക്ക് കൊടുക്കരുത്. ഓണർ ഗോഡ് ത്രൂ യുവർ വർക്ക്. പ്രൈസ് ദി ലോർഡ്. നീ ദൈവത്തിന് സ്തുതിക്കണം. പ്രൈസ് ദി ലോർഡ്.